ഹറാമാണ്, കുറ്റകരമാണ്. മആസിഫ്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് പാടില്ലാത്തതാണ്. അത് ഹറാമാണെന്നതിന് മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനത്തെ ഒരു സംഗതിയാണ്. അതിന് നല്ല മൗലിദ് പാട്ട് നിങ്ങൾ മ്യൂസിക് വെച്ച് വിട്ടാൽ അത് ഹറാമ് തന്നെയാണ്. ബുർദയുടെ പാട്ട് മൗലിദ് വെച്ച് അത് നിങ്ങൾ മ്യൂസിക് ചെയ്ത് വിട്ടു, ഹറാമാണ്, ഒരു സംശയമില്ല. നല്ല മാപ്പിളപ്പാട്ട് മ്യൂസിക് വെച്ച് വിട്ടു, അത് ഹറാമാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഹലാലാക്കാൻ പറ്റൂ. അത് ഹറാമ് തന്നെ. അതിൻ്റെ ഒക്കെ അഡിക്ഷൻ വന്ന ആളുകൾ മെല്ലെ മെല്ലെ ഒഴിവാക്കി വിട്. അതിനൊക്കെ പകരം ഖുർആൻ കേൾക്കി. തങ്ങൾ പറഞ്ഞ ആ അടയാളം എന്തെന്നറിയോ? ഇതൊക്കെ ഹലാലാണെന്ന് പറയുന്ന ആളുകൾ വരും. അതിനേതെങ്കിലും ഒരു ഉസ്താദിന്റെ വേദുണ്ടാവും, ചിലപ്പോ കുഴപ്പമില്ല. അത് ദീനി പാട്ടാണെങ്കിൽ പിന്നെ പറ്റുമെന്നൊരു മസാല ഉണ്ട്. വെറുതെ പറയുന്നേ. ലയകൂനന്ന മിൻ ഉമ്മതി ഖൗമുൻ, എന്റെ സമൂഹത്തിൽ ഒരു വിഭാഗം വരാൻ പോകുന്നുണ്ട്. അഖ്വാം, ഒരു വിഭാഗം. യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം അവർ ഹലാലാണെന്ന് പറയും. വൽ ഹരീറ, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കുന്നത് ഹലാലാണെന്ന് വരുത്തും. വൽ ഖംറ, കള്ളു കുടിക്കുന്നത് ഹലാലാണെന്ന് പറയും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങളും ഹലാലാണെന്ന് പറയുന്ന സമുദായം ഖിയാമത്തിന്റെ മുമ്പ് വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാ പറഞ്ഞു? 4 വിഷയങ്ങൾ. എന്തൊരു ഗൗരവമാണ്. ഇസ്തഹില്ലൂനൽ ഹിർ, ഹിർ എന്ന് പറഞ്ഞാൽ അൽ ഫർജ്, വ്യഭിചാരം ഹലാലാണെന്ന് പറയും തുടങ്ങും. എന്തേ? വആതൈതും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന, ഒരു പെണ്ണിന് അവളുടെ മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്തിന് അവർ പരിഭാഷ വെച്ച് അർത്ഥം വായിക്കുന്നത് ഉജൂറഹുന്ന, അവർക്ക് വേതനം കൊടുക്കണം, പൈസ കൊടുത്താൽ ഹലാലായി എന്ന്. ഇങ്ങനെ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യും. ഖുർആനിന്റെ വ്യാഖ്യാതാക്കളാണ് ഖുർആനിന് അർത്ഥം പറയേണ്ടത്. ഡിക്ഷണറി പഠിച്ച മനുഷ്യനല്ല. അറബി മനുഷ്യയായതുകൊണ്ട് അർത്ഥം പറയാൻ പറ്റുമോ ഖുർആനിന്? പറ്റില്ല. അറബ് ഭാഷ മാതൃഭാഷ സംസാരിക്കുന്നത് കൊണ്ട് ഖുർആനെ തഫ്സീർ ചെയ്യാൻ പറ്റുമോ? പാടില്ലാത്തതാണ്. ആര് ചെയ്യണം? ഉലമാ ചെയ്യണം, ഖുർആനിന്റെ ഉലൂമുകൾ പഠിച്ച ആളുകൾ. വആതൈതും ഇഹ്ദാഹുന്ന ഉജൂറഹുന്ന, നിങ്ങൾ അവർക്ക് അർഹമായ മഹർ നിങ്ങൾ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഹലാലാണെന്ന് പറയുന്ന ആ ഭാഗം അല്ലാഹു എന്തുകൊണ്ട് മുഹൂറഹുന്ന, അവരുടെ മഹർ എന്ന വാക്ക് ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഉജൂർ എന്ന് പറഞ്ഞു? അതിന് കാരണമുണ്ട്. ഇതൊന്നും നോക്കാതെ എന്ത് അർത്ഥം? അജ്ർ, കൂലി, വൈജസ്. അപ്പോ വ്യഭിചരിക്കാം, കാശ് കൊടുത്താൽ മതി എന്ന് പറയുന്ന ആളുകൾ എന്റെ സമുദായത്തിൽ വരാനുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഗൾഫ് നാട്ടിൽ അറബികളിൽ ഇപ്പൊ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളെ നാട്ടിലേക്ക് വരുമെന്നപ്പോ എന്റെ പേടി. യസ്തഹില്ലൂനൽ ഹിറ, വ്യഭിചാരം ഹലാലാണെന്ന് പറയുകയും വൽ ഹരീറ, വൽ ഹരീർ, പട്ടിന്റെ ഉടയാളകൾ, പട്ടുവസ്ത്രം. റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, ഇതെന്റെ പുരുഷന്മാർക്ക് പട്ടുവസ്ത്രവും സ്വർണവും എന്റെ പുരുഷന്മാർക്ക് ഹറാമും എന്റെ സമുദായത്തിലെ പെണ്ണുങ്ങൾക്ക് ഹലാലുമാണ്. പെണ്ണുങ്ങൾക്ക് ധരിക്കാം കാഞ്ചീപുരം സിൽക്സ്, സിൽക്കുകൾ അവർക്ക് ധരിക്കാം. ഇനി പുരുഷന്മാർക്ക് സിൽക്ക് ധരിക്കുന്ന കാലം വരും. ആദ്യം ചിലപ്പോൾ ഒരു ടൈ ഒക്കെ ആയിരിക്കും ആദ്യം ഇറക്കുക, പുരുഷന്മാരുടെ ടൈ, സിൽക്കിന്റെ ടൈ. പിന്നെ ഒരു കോട്ടിറങ്ങും, പിന്നെ ഒരു പുതിയാപ്പിളയുടെ ഡ്രസ് ഇറങ്ങി തുടങ്ങും. പിന്നെ അത് സർവ്വസാധാരണം അല്ലേ? യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ, പട്ടുവസ്ത്രം പുരുഷൻ ഹലാലാണെന്നും വ്യഭിചാരം ഹലാലാണെന്നും പറയുന്നവർ എന്റെ ഉമ്മത്തിൽ വരാനിരിക്കുന്നുണ്ട്. വൽ ഖംറ വൽ മആസിഫ, വൽ ഖംറ, മദ്യപാനം, മദ്യപിക്കുന്നത് ഹലാലാണെന്ന് പറയുന്നവർ വരും. വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ആ ഇൻസ്ട്രുമെന്റുകൾ ഹലാലാണെന്ന് യസ്തഹില്ലൂന, ഹലാൽ വൽക്കരിക്കുന്നവർ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തിഹാദുൽ ഖൈനാതി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ ട്രെയിൻ ചെയ്തു കൊണ്ടുവരുന്നത്, അവർക്ക് പ്രാക്ടീസ് ചെയ്തു കൊടുക്കുന്നത്.
അവരെ സ്റ്റേജുകളിൽ കയറ്റുന്നത് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഉംറുൻ തുഷ്സഹ, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായത്തിലെത്തിയ പെൺകുട്ടിയെ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ, അന്യ ആളുകളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നത് മാതാപിതാക്കൾ ചെയ്യുന്ന ഗുരുതരമായ ഹറാമല്ലയോ, കുറ്റകരമല്ലേ? ആർക്കാണ് സംശയമില്ലാത്തത്? അവിടെ നിന്ന് പറയുമായിരുന്നു, ലയകൂനന്ന ഫീ ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹത്തിൽ വരാനുണ്ട് ഖസ്ഫുൻ വഖദ്ഫുൻ വമസ്ഖുൻ, ആകാശത്ത് നിന്ന് ചരൽ കല്ലുകൾ മഴ പെയ്യുന്നതും, ഖസ്ഫുൻ ഭൂമിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി ആഴ്ത്തപ്പെടുന്നതും, വമസ്ഖുൻ മനുഷ്യരുടെ മുഖം പോലും കോലം മാറുന്ന രീതിയിൽ അല്ലാഹു പരീക്ഷിക്കുന്നതും ഈ ഉമ്മത്തിൽ വരാനുണ്ട്. വദാലിക, ഇത് സംഭവിക്കുന്നത് ഇദാ ശരിബുൽ ഖുമൂർ, എൻ്റെ സമൂഹത്തിലെ ആളുകൾ കള്ളുകുടിയന്മാരായി മാറുമ്പോഴാണ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, ഇൻടോക്സിക്കൻസ്, മയക്കുമരുന്നുകളടക്കം, മദ്യപാനമടക്കം എൻ്റെ സമൂഹത്തിലെ ചെറുപ്പക്കാരിലും അല്ലാത്തവരുടെയും ശരീരത്തിലേക്ക് ഹറാമുകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, വത്തഖദുൽ ഖൈനാതി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും, വദറബൂ ബിൽ മആസിഫി, മ്യൂസിക് ഉപകരണങ്ങളിൽ അവർ അടിക്കുകയും ചെയ്താൽ, അടിക്കുന്ന മ്യൂസിക്കുകളല്ലേ, മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുകയും പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരികയും മദ്യപിക്കുകയും ചെയ്താൽ, ഒരു ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാട്ടുപാടുന്ന പെൺകുട്ടികളും ഡാൻസ് ചെയ്യുന്നവരും അധികം ആളുകളും എന്താ? വ്യഭിചാരിണികളായ പെണ്ണുങ്ങൾ. അവർക്ക് കള്ളു വാങ്ങിച്ചു കൊടുക്കണം, അവരുടെ ശിങ്കിടിമാർക്ക് പിമ്പുകളായി ജോലി ചെയ്തിട്ട് കാശ് കിട്ടണം. ഒരു പ്രദേശത്തേക്ക് അവരെ കൊണ്ടുവന്നാൽ ഇത്രയാണ് കമ്മീഷൻ, ഇന്ന VIP-കൾക്ക് കാഴ്ചവെച്ചാൽ അതിന് പകരം ഇത്ര. അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ടുകളായ ആളുകളെ കൊണ്ടുവരുന്ന സമ്പ്രദായം മുസ്ലിം ഉമ്മത്ത് നിർത്തിവെക്കണേ. മുസ്ലിം ഉമ്മത്തിൽ നടക്കാൻ പാടില്ല. ഇത്തഖദുൽ ഖൈനാത്ത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്, അത് എന്ത് മാപ്പിളപ്പാട്ടായിക്കോട്ടെ, എന്ത് പാട്ടുകളായിക്കോട്ടെ, പെണ്ണുങ്ങൾക്ക് പാടിക്കൊടുത്തോട്ടെ, മ്യൂസിക് ഇല്ലാതെ നല്ല പാട്ടുകൾ. അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടാനുള്ളവരല്ല അവർ. അത് കല്യാണത്തിന്റെ വേദിയിലാണെങ്കിലും, വിവാഹത്തിന്റെ ശ്രദ്ധയിലാണെങ്കിലും, നിക്കാഹിന്റെ ശ്രദ്ധയിലാണെങ്കിലും, എവിടെ ആയിക്കൊള്ളട്ടെ, അന്യ പെണ്ണുങ്ങളെ സ്റ്റേജിലേക്ക് കയറ്റുന്ന പരിപാടി ഈ സമൂഹത്തിന് പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? അൽ ഖസ്ഫ് വൽ ഖദ്ഫ് വൽ മസ്, കോലം മാറിപ്പോകും മുഖത്തിന്റെ. ചരൽക്കല്ലുകൾ മഴവർഷിക്കുകയും ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അപകടം സംഭവിക്കും. വദാലിക, അതൊക്കെ നടക്കുന്നത് ഇദാ ശരിബുൽ ഖുമൂർ, മദ്യപിക്കുമ്പോഴാണ്. വത്തഖദുൽ ഖൈനാതി, പാട്ടുപാടുന്ന പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ്. വദറബൂ ബിൽ മആസിഫി, മ്യൂസിക് ഉപകരണങ്ങളിൽ അടിക്കുമ്പോഴാണ്. അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത്തരം കല്യാണത്തിന് പോകാൻ പറ്റുമോ? പോകാൻ പറ്റുമോ? പറ്റില്ല എന്നാണ്. എപ്പോഴാ പോകാൻ പറ്റുക? നിങ്ങൾ അവിടെ ചെന്നാൽ ആ തെറ്റവരെ കൊണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പോകാം, ഇല്ലെങ്കിൽ പോകാൻ പോലും പാടില്ലെന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഗാനമേളകൾ എന്നൊക്കെ പറഞ്ഞ് ഓടാൻ നിൽക്കേണ്ട, അതിൽ പറ്റുന്നതും പറ്റാത്തതുമുണ്ട്. മ്യൂസിക് ഇല്ലാതെ നല്ല പ്യൂർ നല്ല പാട്ടുകൾ, നല്ല നമ്മുടെ 2 ചെറുപ്പക്കാരുടെ പാട്ട് പാടിയില്ലേ, എന്തൊരു മനോഹരം, എന്തൊരു മനോഹരം, നല്ല അർത്ഥമുള്ള പാട്ട്, ഒരു കുഴപ്പമില്ല. ചെറുപ്പക്കാരോടൊന്ന് പാടുകയാണ്, നല്ല പാട്ടാണ്, മ്യൂസിക് ഇല്ല, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി പാടുന്ന പാട്ടാണ്, ഒരു കുഴപ്പമില്ലല്ലോ. മ്യൂസിക് ഉപയോഗിക്കരുത്, പാട്ടുപാടുന്ന പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റരുത്, മദ്യപിക്കരുത്. ഹബീബായ തങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു തരുന്നതിലുണ്ട്. ഖതീഅത്തുർ റഹ്മി, മനുഷ്യൻ കുടുംബബന്ധം മുറിക്കുന്നത്, കുടുംബബന്ധം മുറിക്കുന്നത് ഈ ലോകാവസാനത്തിന്റെ അടയാളങ്ങളിലുണ്ടെന്ന്. എന്തൊരത്ഭുതം! പിതാവിനോട് മകൻ മിണ്ടുന്നില്ല, എന്തേ വിഷയം എന്നറിയോ? വാപ്പ ജ്യേഷ്ഠൻ എന്തോ കൊടുത്തു, അവന് കൊടുത്തിട്ടില്ല. ഉമ്മയോട് പിണക്കത്തിലാണ്, എന്തേ? ഉമ്മ എന്തോ ജ്യേഷ്ഠത്തിക്ക് എഴുതി കൊടുത്തു, അനിയത്തിക്കൊന്നും കിട്ടിയില്ല. എളാപ്പയും മൂത്താപ്പയും തമ്മിൽ തർക്കത്തില, എന്തേ അറിയോ? പൊതുവഴിക്ക് അവിടെ വരാനുള്ള വഴിക്ക് ഒരു 1/2 സെന്റ്, ഒരു 1/2 അടി വിട്ടുകൊടുക്കാൻ എളാപ്പ തയ്യാറായിട്ടില്ല. കുടുംബം പിണക്കത്തില, ഒരു വണ്ടി പോലും കടന്നു വരാതെ അവരെ ബുദ്ധിമുട്ടിച്ചു. നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ 1/2 അടി കൊണ്ട്, ഭൂമി കൊണ്ട് എന്ത് ചെയ്യാനാണ്?
എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ മനുഷ്യൻ ദുൽമ് ചെയ്യാം. സമ്പത്തിന്റെ പേരിലാണ് ഇന്ന് പിണക്കങ്ങൾ മുഴുവനും. നല്ല അച്ചടക്കത്തിൽ ജീവിക്കുന്ന കുടുംബം വഴിതെറ്റിപ്പോകുന്നത്, പിണങ്ങിപ്പോകുന്നത് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ. ഖതീഅത്തുർ റഹിം, ജ്യേഷ്ഠനും അനുജനും മിണ്ടുന്നില്ല, വാപ്പയും മക്കളും മിണ്ടുന്നില്ല, ഉമ്മയും മക്കളും മിണ്ടുന്നില്ല. ബന്ധം ഉലക്കുകയാണ്, ബന്ധം മുറിക്കപ്പെടുകയാണ്. ഖതീഅത്തുർ റഹിം. എന്തിന്? സമ്പത്തിന്റെ പേരിൽ. ആർക്കാണിത് വേണ്ടത്? ഇതുകൊണ്ട് എന്താ മനുഷ്യന് കിട്ടുന്നത്? അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അർശിനെ തൂങ്ങിപ്പിടിച്ച് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ലോകത്തേക്ക് പടച്ചുവിട്ട സമയത്ത് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് റഹിം, കുടുംബ ബന്ധം. അല്ലാഹുമ്മ ഹാദാ മഖാമുൽ ആഇദ് മിനൽ ഖതീഅ. അല്ലാഹുവേ, കുടുംബ ബന്ധം എന്നെ മുറിച്ചു കളയാതെ മനുഷ്യരോട് എന്നെ മുറിച്ചു കളയരുതേ എന്ന് പറഞ്ഞു കൊടുക്കണം റബ്ബേ. ഞാനെന്ന കുടുംബ ബന്ധം മുറിക്കപ്പെടാതെ നീ കാവൽ തരണമെന്ന് അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ അർശിൽ പിടിച്ചുകൊണ്ട് കുടുംബ ബന്ധം അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ടുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവാണ് പറഞ്ഞത്, കുടുംബ ബന്ധമേ അമാ യക്ഫികി, നിനക്ക് പോരെ അൻ അസ്വില മൻ വസലകി, നിന്നെ ആരെല്ലാം ചേർത്തുന്നുവോ അവരോട് ഞാൻ ബന്ധം ചേർത്തുമെന്നും വഅഖ്തഉ മൻ ഖതഅകി, ആരാണോ നിന്നോട് ബന്ധം വിച്ഛേദിച്ചത്, കുടുംബ ബന്ധം ആര് മുറിക്കുന്നുവോ, തെറ്റുന്ന പിണക്കമുള്ള വാക്കുകൾ ആര് പറയുന്നുവോ, ആരാണോ മാതാപിതാക്കളെ, മക്കളെ, കുടുംബത്തെ തമ്മിൽ തല്ലിക്കാനുള്ള പണിയെടുക്കുന്നത്, അത്തരക്കാരോട് അല്ലാഹു മിണ്ടുകയില്ലെന്നും കുടുംബ ബന്ധത്തിന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് റളീതു യാ റബ്ബി, എനിക്ക് പൊരുത്തമായി പടച്ചവനെ എന്ന് കുടുംബ ബന്ധം പറഞ്ഞത്. സ്വഹീഹായ ഹദീസല്ലേ അത്? ഖതീഅത്തുർ റഹിം, കുടുംബ ബന്ധം, ചോരബന്ധം. അവരോട് ബന്ധം ചേർക്കുന്തോറും ആയുസ് വർദ്ധിക്കും. നമ്മുടെ ഭക്ഷണത്തിൽ, സമ്പാദ്യത്തിൽ, കച്ചവടത്തിൽ, ജോലിയിൽ അല്ലാഹു ബറക്കത്ത് തരും. എത്ര വ്യക്തമായ ഹദീസാണ്. മനുഷ്യൻ എത്ര കാലം ജീവിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു. അതിലൊരു മാറ്റം വരണമെങ്കിൽ രണ്ട് വിഷയം ചെയ്താലേ അല്ലാഹു മാറ്റുള്ളൂ, അല്ലെങ്കിൽ അല്ലാഹു മാറ്റൂല. ആയുസ് നീട്ടിത്തരയണമെങ്കിൽ രണ്ട് കാരണമേ ഉള്ളൂ. ഒന്ന്, മാതാപിതാക്കളെ പൊരുത്തപ്പിടിക്കുക, മാതാപിതാക്കളുടെ സ്നേഹം സമ്പാദിക്കുക, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. രണ്ടാമത്തേത്, കുടുംബ ബന്ധങ്ങൾ ചേർത്തുക. ഇത് ചെയ്താലേ അള്ളാഹു നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഉണ്ടായിരിക്കെ നമുക്ക് നിശ്ചയിച്ച ആ കുടുംബ ബന്ധത്തിൽ ഒരൽപ്പം അള്ളാഹു നീട്ടിത്തരയണമെങ്കിൽ ഈ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. വേറെ ഒന്നുകൊണ്ടും അള്ളാഹു ആയുസ് നീട്ടിത്തരൂല. എല്ലാവർക്കും ആയുസ് നീളണ്ടേ? അതിനല്ലേ ഇപ്പോ ആശുപത്രിയിലേക്ക് ഓടുന്നത്, അതിനല്ലേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു കൊടുക്കണത്. മക്കൾ ഒപ്പിട്ട് കൊടുക്കുക, എന്തായാലും വാപ്പ ഒന്ന് രക്ഷപ്പെടട്ടെ, 2 ദിവസം കൂടെ വാപ്പ ജീവിക്കട്ടെ, 1 മാസം കൂടെ. അള്ളാഹുവിന്റെ റസൂല് പറയും, ഇതൊക്കെ കിട്ടണമെങ്കിൽ 2 കാര്യം ചെയ്താൽ മതി. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക, കുടുംബ ബന്ധം ചേർത്തുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിൻ അശറാത്തി സാഅതി, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട് തഖ്വീനുൽ അമീനി വഇതിമാനുൽ ഖായിനി. തഖ്വീനുൽ അമീൻ വഇതിമാനുൽ ഖായിനി, വഞ്ചിക്കുന്ന മനുഷ്യനെ ആളുകൾ വിശ്വസിക്കുകയും നുണ പറയുന്ന ആളുകളെ ആളുകൾ വിശ്വസിക്കുകയും, വഇതിമാനുൽ ഖായിനി വതഖ്വീനുൽ അമീൻ, സത്യസന്ധത പറയുന്ന മനുഷ്യനെ നീ പറയുന്നത് നുണയാണെന്ന് ആളുകൾ പറയുകയും. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ കഴിയും, പച്ച നുണ പറഞ്ഞിട്ട് കാര്യങ്ങൾ നടത്താൻ. അവൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ ആ സാധു പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. എന്നാ ഇവള് പറഞ്ഞതേ വിശ്വസിക്കുള്ളൂ ആൾക്കാർ. എന്റെ ഇവൾക്ക് നാവിന് കുറച്ച് ഉഷാറുണ്ട്. നുണ പറഞ്ഞിട്ട് കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കോടതി വരാന്തകളിൽ നടക്കുന്ന പ്രശ്നമാണ്. അഡ്വക്കേറ്റുമാരുടെ ജോലിയെ കുറിച്ചല്ലേ അഷ്റഫുൽ ഖൽഖി പറയുന്നത്. തഖ്വീനുൽ അമീനി, കേസ് ജയിക്കാൻ വേണ്ടി ഇല്ലാത്ത രേഖകൾ ഉണ്ടാക്കുകയും ജഡ്ജിക്ക് മുമ്പിൽ സമർത്ഥമായി പച്ച നുണ അവതരിപ്പിക്കുകയും ചെയ്ത് ലക്ഷങ്ങൾ വാരിക്കോരി കൊടുത്താൽ ഏത് കേസും ജയിപ്പിച്ചു തരാം എന്ന് പറയുന്ന വക്കീലുമാർ. എന്തായതിനർത്ഥം? നിങ്ങളുടെ പക്ഷത്ത് ന്യായമാകട്ടെ അന്യായമാകട്ടെ, ജയിപ്പിക്കൽ നമ്മൾ ഏറ്റു. തഖ്വീനുൽ അമീനി വഇതിമാനുൽ ഖായിനി,
പച്ച നുണ പറയുന്ന മനുഷ്യന്മാരെ കോടതികളും മനുഷ്യരും പത്രക്കാരും വിശ്വസിക്കുകയും തോന്നിവാസങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ച് പത്രക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ, ഇഷ്ടം പോലെ കാശും കൊടുത്താൽ മീഡിയകൾ അത് വിളിച്ചു പറയും. നമ്മൾ വിചാരിക്കുന്നു ഇങ്ങനെയാണോ? നേരെ ഓപ്പോസിറ്റാ നടന്നത്. മീഡിയകളിലൂടെ നുണകൾ പ്രചരിപ്പിക്കുന്ന കാലമാണ്. മനുഷ്യരത് വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെയാണ്. ഖുർആനിന്റെ ഹദീസിലുണ്ടോ എന്നല്ല ചോദിക്കുക, വാട്സപ്പിലുണ്ടല്ലോ. ഒരു ന്യൂസ് ഉണ്ടല്ലോ, വാട്സപ്പിൽ വന്നല്ലോ. എന്ത് വാട്സപ്പ്, എന്ത് ന്യൂസ്? ആരാ ഈ ന്യൂസൊക്കെ വായിച്ചു വിടുന്ന ആൾക്കാര്? അവരെ വിളിച്ച് നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ വയറ് നിറച്ച് ലഞ്ചും ചോറും ഭക്ഷണം കൊടുത്ത് ഒരു ഗിഫ്റ്റും കുറച്ച് പൈസയും കീശിട്ട് കൊടുത്താൽ നിങ്ങൾ പറഞ്ഞത് അവര് എന്ത് ചെയ്യുള്ളൂ? ടെലികാസ്റ്റ് ചെയ്യുള്ളൂ. പൈസക്കാർക്ക് എന്തോ നടക്കും. കോടതി വരാന്തകളിൽ ബാരിസ്റ്റർമാരായി അഡ്വക്കേറ്റ് ജോലി ചെയ്യുന്ന ആളുകൾ ന്യായവും അന്യായവും നോക്കുന്നതിന് പകരം ഒരു അന്യായത്തെ ന്യായമായി സമർത്ഥിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുകയും അങ്ങനെ തെറ്റുകളെ, നുണകളെ സത്യമായി അവതരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും സത്യമാണെന്ന് ധരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന കാലം അന്ത്യനാളിന്റെ അടയാളമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് നീ അഡ്വക്കേറ്റ്മാരുടെ ജോലിയൊന്നും ഇല്ലല്ലോ, ബാരിസ്റ്റർ ജോലിയൊന്നും ഇല്ലല്ലോ. അന്ന് ഈ മീഡിയകളുണ്ടോ? പത്രസമ്മേളനം വിളിക്കലുണ്ടോ? നുണ പറഞ്ഞിട്ട് നുണ പറയാ, പച്ച നുണ പറയാ, മനുഷ്യന്മാർ വിശ്വസിക്കുകയും ചെയ്യാം. ഈ ഹദീസിനെ കുറിച്ച് ആധുനിക ഉലമാ പറയുന്ന ഒരു വിചിത്രമായൊരു വ്യാഖ്യാനമുണ്ട്, അത്ഭുതമുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. നുണ പറയുന്നവരെ വിശ്വസിക്കുക, സത്യം പറയുന്നവരെ വിശ്വസിക്കാതിരിക്കുക. എന്താണെന്നറിയോ? നമ്മുടെ അഭിനയക്കാർ, സീരിയലുകളിലും സിനിമയിലും അഭിനയിക്കുന്ന ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ്, അഭിനയിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും. ചില സിനിമകൾ നമ്മുടെ സമൂഹം അപ്പടി അങ്ങ് വിശ്വസിക്കും. പടച്ചോനെ, ഓള് മരിച്ചോ, ഇനിയിപ്പോൾ ഓൾക്ക് എന്താ നാളെ സംഭവിക്കുക? പടച്ചോനെ, ഓളെ പുതിയാപ്പിളോളെ ഒഴിവാക്കോ ഇല്ലേ? സീരിയലിന്റെ ഫുൾ സ്റ്റോപ്പുകൾ. പടച്ചറപ്പേ, ആ അമ്മായിമ്മ അവളെ വെട്ടിക്കൊല്ലോ ഇല്ലേ? സീരിയലുകാർ ഫുൾ സ്റ്റോപ്പ്. ഇത് വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ കലാമോ ഖബറിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ നരകത്തെ കുറിച്ചോ പറഞ്ഞിട്ട് ഇളകാത്ത ഖൽബിന്റെ ഉള്ളിൽ നിന്ന് സീരിയലുകാരന്റെ അവസാനത്തെ സമാപ്തം കാണുമ്പോൾ കണ്ണിന്ന് കണ്ണുനീര് വരുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു സിനിമയുടെ സമാപ്തം കാണുമ്പോ, ഒരു കഥയുടെ കൾമിനേഷൻ എത്തിക്കുമ്പോ, ഏതെങ്കിലും ഒരു നോവലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കരയുന്നത്, നിങ്ങളുടെ സെന്റിമെന്റുകൾ പുറത്തു വരുന്നത്, പച്ച നുണ പറയുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കുന്നതും, നല്ല സത്യം പറയുന്ന ആളുകൾ, പണ്ഡിതന്മാർ, അലിമീങ്ങൾ, അള്ളാഹുവിന്റെ കിതാബ്, പരിശുദ്ധ ഹദീസുകൾ, അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹക്കുകൾ, സത്യങ്ങളൊക്കെ മിഥ്യയാണെന്ന് പറയുകയും മിഥ്യവും ഇമാജിനേഷനും മനുഷ്യന്റെ സങ്കല്പങ്ങളും സത്യം പോലെ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സിനിമകളെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. ഇഅ്തിമാനുൽ ഖായിൻ വതഖ്വീനുൽ അമീൻ. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ളുഹൂറു മൗത്തിൽ ഫുജ്അത്തി ഫിന്നാസ്. മനുഷ്യര് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഹാർട്ട് അറ്റാക്കുകൾ പോലെയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഈ അറ്റാക്ക് മരണങ്ങളില്ല, പെട്ടെന്നുള്ള മരണം ഇല്ല. ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. പെട്ടെന്ന് മരിച്ചു സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് പെട്ടെന്ന് മരിച്ചു, ഉറക്കത്തിൽ മരിച്ചു, ആള് കുഴഞ്ഞു വീണ് മരിച്ചു. എത്രയാണ് പത്രത്തിൽ വരാത്തത്? എത്രയാണ്? പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അവർക്ക് ഖൈറാണ്. മൗത്തുൽ ഫുജ്അതി ഖൈറുൽ ലിൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യനത് ഖൈറാണ്. പെട്ടെന്നുള്ള മരണം. എന്തേ? മരണത്തിന്റെ വെപ്രാളങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ല, ശാന്തമായിട്ട് അള്ളാഹു കൊണ്ടുപോയി. മുഅ്മിനാൻ, തൗബ ചെയ്ത് മടങ്ങിയ ആളാണ്, അള്ളാഹുലേക്ക് മടങ്ങിയ ആളാണ്, കാര്യങ്ങളൊക്കെ റാഹത്താണ്. പക്ഷേ അത് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ്.
തിന്മ ചെയ്തു കഴിഞ്ഞ് പെട്ടെന്ന് മരിച്ചു, തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ല. എന്തൊരു പ്രയാസാണ്. എന്തായിരിക്കും ആ മരണത്തിൽ? പെട്ടെന്നുള്ള മരണം, മൗത്തുൽ ഫുജ്അ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടിലെ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെയും മലക്കൂട്ടി കൊണ്ടുവന്ന് തന്റെ കാറിന്റെ ഉള്ളിൽ വ്യഭിചരിച്ചിട്ട് കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി വെച്ചു. വലിയ അറബി ഷെയ്ഖിന്റെ വീട്ടിൽ കാർ പോർച്ച്, ചുമരൊക്കെ മൂടി നിൽക്കുന്നു. ഷട്ടർ താഴ്ത്തുകയും ചെയ്തു. വ്യഭിചരിക്കാൻ വേണ്ടി വണ്ടി പാർക്കിങ്ങിൽ വണ്ടി ഓൺ ചെയ്തു, AC ഓൺ ചെയ്തിട്ട് വ്യഭിചരിക്കാൻ. ഷട്ടർ താഴ്ത്തി, ആരും കാണൂലല്ലോ, പാതിര നേരെന്ന്. സുബ്ഹാനല്ലാഹ്. പിന്നെ നേരം വെളുത്തിട്ട് ഷട്ടറിന്റെ അടിയിൽ നിന്ന് പുക വരുമ്പോഴാ മനുഷ്യന്മാർ കാണുന്ന. തുറന്നു നോക്കുമ്പോ കാർ പോർച്ച് മുഴുവൻ പുകയാണ്. കാറിന്റെ ഉള്ളിൽ നഗ്നരായി കിടക്കുന്ന 2 മനുഷ്യന്മാർ. അതിലൊന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ. മൗത്തുൽ ഫുജ്അ. തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അദാബാണ്. അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരു അദാബ് നടക്കാൻ പോകുന്നുണ്ടെന്ന്. അവർ വിചാരിച്ചത് ആരും അറിയില്ല. അല്ലാഹു തആല അവരെ പിടികൂടി. അല്ലാഹു പിടികൂടി. കാർബൺ ശ്വസിച്ചിട്ടേ ബോധം വരാതെ കിടക്കുക 2 പേരും. അല്ലാഹുവിന്റെ ശിക്ഷയല്ലേ അത്? മൗത്തുൽ ഫുജ്അ. ഒരു മനുഷ്യൻ തിന്മ ചെയ്തു കഴിഞ്ഞ് അല്ലാഹുവിനോട് പടച്ചവനെ ഒന്ന് പുറത്തു തരണേ എന്ന് ചോദിക്കാൻ അവസരം ലഭിക്കാതെ ഒരാൾ മരിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അദാബാൻ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ കാണാൻ കഴിയും. പെട്ടെന്നുള്ള മരണങ്ങൾ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉറക്കത്തിൽ മരിച്ചു, ഹോസ്പിറ്റലിലേക്ക് പോയതാ, അവിടെ എത്തിയപ്പോൾ മരിച്ചു. എത്രയാണ് കേൾക്കുന്നത്? ആക്സിഡന്റ് മരണം മൗത്തുൽ ഫുജ്അയാണ്. പെട്ടെന്നുള്ള മരണമാണ്. വണ്ടിടിച്ചു, മരിച്ചു. പെട്ടെന്നുള്ള മരണം. രോഗിയായി കിടന്ന്, ഒരാശ്വാസത്തിൽ കിടന്ന് രോഗിയായി കിടക്കുമ്പോൾ പടച്ചവനോട് മനസ്സ് തുറക്കും. അല്ലാഹുവേ, ഞാൻ ഇപ്പൊ രോഗിയായി കിടക്കുകയാണ് റബ്ബേ, നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല പടച്ചവനെ, എനിക്ക് മാപ്പ് തരണേ അല്ലാ. ഇത് ചോദിക്കാൻ അല്ലാഹുവിനോടൊരു അവസരം പടച്ചതമ്പുരാൻ കൊടുക്കുന്ന നേരമാ രോഗിയായി കിടക്കുന്ന ആൾ. അതുപോലും സംഭവിക്കാതെ ഒരു ആക്സിഡന്റിൽ, ബൈക്ക് ആക്സിഡന്റ്, കാർ ആക്സിഡന്റ്, ട്രെയിനിന്റെ മുമ്പിൽ പെട്ടുപോകുന്നത്, വാഹനം കൊക്കയിലേക്ക് മറിയുന്നത്, ഹാർട്ട് അറ്റാക്കുകൾ, ഇതൊക്കെ മൗത്തുൽ ഫുജ്അ, പെട്ടെന്നുള്ള മരണങ്ങളാണ്. ഇത് ഈ സമൂഹത്തിൽ വർദ്ധിക്കുന്നത്. തഖാറുബുസ് സമാൻ, സമയത്തിൽ ബർക്കത്തില്ലാതിരിക്കുന്നത്. സമയം പെട്ടെന്ന് കടന്നു പോകുന്നതും അതിൽ ബർക്കത്തില്ലാതെ പോകുന്നതും. പെട്ടെന്ന് കഴിഞ്ഞു, പടച്ചോനെ ഇന്ന് നേരം വെളുത്തു, ഇതാ നാളെ മറ്റന്നാ വെള്ളിയാഴ്ച. യാ അല്ലാഹ്, എത്ര പെട്ടെന്നാണ് സമയം നടക്കുക. ഇന്നലല്ലേ ഇപ്പൊ ജുമുഅ നിസ്കരിച്ചത്, ഇതാ നാളെ ആയിപ്പോയി. തഖാറുബുസ് സമാനി, സമയം അടുത്തടുത്ത് വരുന്നത്. ഇതിന് ഉലമാ കൊടുക്കുന്ന വ്യാഖ്യാനം, മനുഷ്യന് വളരെ ദൈർഘ്യമുള്ള പ്രദേശങ്ങൾ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള സമയം കുറച്ചു മാത്രം എടുത്ത് സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ, യാത്രാ സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി തരുന്നത് തഖാറുബുസ് സമാനി, കാലം അടുത്തു വരുന്ന ലക്ഷണത്തിന്റെ ഭാഗമാണ്. പെട്ടെന്നുള്ള ഹൈസ്പീഡ് വാഹനങ്ങൾ, വിമാനങ്ങൾ, സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ, സ്പേസ് വാഹനങ്ങൾ, എല്ലാം ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങളൊക്കെ അങ്ങനെയല്ലേ. തഖാറുബുസ് സമാൻ, മനുഷ്യന് ഒരുപാട് സമയമെടുത്തിരുന്ന യാത്രകൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സംവിധാനം അല്ലാഹു ഉണ്ടാക്കി തരുന്നത്. സമയത്തെ അടുത്തു കൊണ്ടുവരികയാണ്. തഖാറുബുൽ അസ്മാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുണ്ട്, തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരുന്നത്, സൂക്കുകൾ അടുത്തു വരിക. എവിടെ ചെന്നാലും ഷോപ്പിംഗ് മാളുകൾ, എവിടെ ചെന്നാലും ഷോപ്പുകൾ, എവിടെ ചെന്നാലും മാർക്കറ്റുകൾ. തഖാറുബ്, അത് അടുത്തേക്ക് വരിക. ആധുനിക രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഇന്റർനെറ്റ് ഷോപ്പുകൾ. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരിക. 3 ലക്ഷത്തോളം പ്രോഡക്റ്റുകളുള്ള ഇന്റർനെറ്റ് ഷോപ്പുകളുണ്ട്. നെറ്റിൽ നമുക്ക് sook.com ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയാം. ആമസോൺ, പുസ്തകങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്ന ഓൺലൈൻ ഷോപ്പുകൾ, എത്രയോ ഷോപ്പുകൾ ഓൺലൈൻ. നമ്മുടെ നാട്ടിലെ പച്ചക്കറിക്കാരൻ പച്ചക്കറി സാധനം എന്തോ അവരൊക്കെ എന്തോ ഉണ്ടാക്കിയിട്ട് ഓൺലൈനായിട്ട് വിറ്റു. ആളുകളുടെ ഡിമാൻഡ് കൊണ്ട് ആൾക്ക് കൊടുക്കാൻ തികഞ്ഞില്ല. ഓൺലൈൻ ഷോപ്പുകളാണ്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ നിങ്ങളുടെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരുന്ന കാലം. www.soandso.com നിങ്ങളുടെ ഷോപ്പായി. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഷോപ്പുകൾ ഇന്റർനെറ്റിൽ കിടക്കുകയാണ്. നെറ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലുണ്ട്.
നിങ്ങളുടെ ഡെസ്ക്ടോപ്പുകളിലുണ്ട്, നിങ്ങളുടെ ലാപ്ടോപ്പുകളിലുണ്ട്. തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരിക. തഖറബ തഖാറബ, നിങ്ങൾ അങ്ങോട്ടും അവ ഇങ്ങോട്ടും അടുക്കുക. അപ്പോഴാണ് തഖാറുബ് എന്ന് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും. തഖാചല എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും യുദ്ധം ചെയ്യുക എന്നാണ്. ഇത് നിങ്ങൾ അങ്ങോട്ടടുത്തു, അവർ നിങ്ങളിലേക്ക് അടുത്തു വന്നു. അതാണ് തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വന്നു. ഇന്റർനെറ്റ് ഷോപ്പുകളെ സംബന്ധിച്ചായിരിക്കണം ഈ പ്രയോഗം. വേറെയും അർത്ഥങ്ങളാവാം. അങ്ങാടികൾ അടുത്ത് വരുന്നത്, ഓരോ കവലകളിലും ഷോപ്പിംഗ് മാളുകൾ വരുന്നത്, ഷോപ്പിംഗ് സെന്ററുകൾ വരുന്നത്, ഷോപ്പുകൾ വരുന്നത് അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 കൊല്ലം മുമ്പ് അതൊക്കെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഖാറുബുൽ അസ്വാഖ്, തഖാറുബുൽ അസ്മാൻ, വിദൂര പ്രദേശങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ യാത്രാ സംവിധാനങ്ങൾ അല്ലാഹു ഒരുക്കി തരുന്നതും, നിങ്ങളുടെ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങാടികൾ ഇങ്ങോട്ട് കടന്നു വരുന്നതും, ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈൻ പർച്ചേസുകൾ, ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്നത്, വീട്ടുമുറ്റത്തേക്ക് സാധനം ഡെലിവറി ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ തഖാറുബുൽ അസ്വാഖ്, അങ്ങാടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് അടുത്തു വരുന്നത്, നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞങ്ങൾ പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാണ്, അമ്മയെക്കുറിച്ചാണ്. തദാഅ അലൈക്കുമുൽ ഉമം കമാ തദാഅൽ ലക്ലതു ഇലാ ഖസ്വഅതിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, വിശന്ന അവശരായ ആളുകൾക്ക് ഭക്ഷിക്കാൻ ഭക്ഷണം ഒരു തളികയിൽ വെച്ചു കൊടുത്താൽ ആ തളികയിലേക്ക് കൈനീട്ടുന്ന പോലെ. എല്ലാവർക്കും ഭക്ഷണം വേണം, എല്ലാവർക്കും വിശന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരുടെയും ഭക്ഷണം മുസ്ലിം ഉമ്മത്താണ്, മുസ്ലിമീങ്ങളാണ് അവരുടെ ഭക്ഷണം. എല്ലാവർക്കും മുസ്ലിമിനെ വേണം, എല്ലാവർക്കും മുസ്ലിമിനെ പിടിക്കണം. ഇസ്ലാമിനോടൊരു വൈരാഗ്യം, ഇസ്ലാമിനോടൊരു ദേഷ്യം, മുസ്ലിമിനോടൊരു വേറെ കണ്ണുകൊണ്ടുള്ള നോട്ടം, ഇങ്ങനെ ലോക സമുദായങ്ങൾ നിങ്ങൾ നോക്കുന്ന കാലം വരും. അഷ്റഫുൽ ഖൽഖ് നിങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിതിൽ വിചിത്രപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന മതമേതാ? ഇസ്ലാം. ആരെങ്കിലും ക്രിസ്ത്യാനികളെ കുറിച്ച് പറയലുണ്ടോ? ഇപ്പൊ ഈ ടെററിസം ആകട്ടെ, ബോംബിംഗ് ആവട്ടെ, ഹറാസ്മെന്റുകളാകട്ടെ, സീസ് ചെയ്യപ്പെടുന്നതാകട്ടെ, സൂയിസൈഡ് ബോംബുകളാകട്ടെ, ലോകത്തിന്റെ ഗതി മാറ്റുന്ന പോളിറ്റിക്സ് ആവട്ടെ, മുസ്ലിം മുസ്ലിം ഇസ്ലാം, ഇസ്ലാം മുസ്ലിം ഖുർആൻ. ഇതല്ലാതെ ആരെങ്കിലും ബൈബിൾ ചുറ്റരിക്കണമെന്ന് പറയണ്ടോ? ഭഗവത്ഗീതയോ രാമായണത്തെ സംബന്ധിച്ച് ആരെങ്കിലും പറയാറുണ്ടോ? ഏതെങ്കിലും മറ്റു മതവിശ്വാസത്തെ കുറിച്ച് ലോകത്ത് ചർച്ചയുണ്ടോ? ഇന്ന് ഹോട്ട് ടോപ്പിക്, ഹോട്ട് സീറ്റിൽ കിടക്കുന്നത് മുസ്ലിമാണ്. മുസ്ലിം കിടക്കുന്നത് ഹോട്ട് സീറ്റിലാണ്. ഇന്ന് ആർക്കും ചർച്ച അതാണ്, മീഡിയകളൊക്കെ ചർച്ച അതാണ്. പത്രക്കാരുടെയും മീഡിയക്കാരന്റെയും ഫോക്കസ് മുസ്ലിം ഉമ്മത്ത്. അവരെ എന്തെങ്കിലും കിട്ടുമോ, അവരെ ഒന്ന് നോവിക്കാൻ പറ്റുമോ, അവരെ ഒന്ന് ചൊടിപ്പിക്കാൻ പറ്റുമോ, ഇത് നോക്കി നടക്കുന്ന കാലം. തദാഅ അലൈക്കുമുൽ ഉമം, സർവ്വ സമൂഹങ്ങളും നിങ്ങളെ ആഞ്ഞടിക്കുന്ന കാലം വരാനുണ്ട്. സ്വഹാബത്ത് ചോദിച്ചു അത്ഭുതത്തോടെ, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങളന്ന് ന്യൂനപക്ഷമായിരിക്കുമോ? ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ നബിയെ അങ്ങനെ സംഭവിക്കുന്നത്? തങ്ങൾ പറഞ്ഞില്ല, ന്യൂനപക്ഷമായത് കൊണ്ടല്ല, നിങ്ങൾ ധാരാളമുണ്ട്. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ, അഴുക്കുചാലിലൂടെ ഒലിച്ചു പോകുന്ന പോലെ, അഴുക്കുകൾ ഒലിച്ചു പോകുന്ന പോലെ നിങ്ങളിങ്ങനെ ഒലിച്ചു പോകുന്ന ചണ്ടുകളും ചവറുകളുമാണ്. നിങ്ങൾ അങ്ങത്തിലൊക്കെ ധാരാളമാണ്. മുസ്ലിമീങ്ങളുടെ കാനേഷുമാര് കണക്ക് പുറത്തുവിടുമ്പോൾ പോലും മുസ്ലിമീങ്ങളുടെ യഥാർത്ഥമായ കണക്കുകളല്ല പോലും പുറത്തുവിടുന്നത്. എണ്ണത്തിൽ നിങ്ങൾ കൂടുതലുണ്ട്, പക്ഷേ ഒരു കാര്യമില്ല. എന്തേ? ലോകം എങ്ങോട്ടാണോ ഒഴുകുന്നത് ആ ഒഴുക്കിൽ നിങ്ങളും പോവാൻ. ഈ ഒഴുക്ക് എന്നെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ എന്ന് നോക്കാറില്ല. ഈ ഒഴുക്കിൽ മുസ്ലിമിന് കൂടാൻ പറ്റുമോ എന്ന് ചിന്തിക്കാറില്ല. എങ്ങോട്ടാണ് ലോകം ഒഴുകുന്നത് ഞങ്ങളും അങ്ങോട്ട്.
നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള പേടി അള്ളാഹു എടുത്തു കളയും. മഹാന്മാരായ ഔലിയാക്കന്മാർ, നമ്മുടെ പരിസര പ്രദേശങ്ങൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ, അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ എങ്ങനെയാണ് ഇവരെ ബഹുമാനിച്ചതെന്ന് ഓർത്തു നോക്കി. തങ്ങൾ പാപ്പ വരുന്നുണ്ട്, ഇവിടെ തന്നെ വടക്കു തയ്ച്ചിട്ടു, പിന്നെ മിണ്ടാണ്ടല്ല. സയ്യിദ് വരുന്നുണ്ട്, ഒരു മഹാപണ്ഡിതൻ വരുന്നുണ്ട്. ഇങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നിങ്ങളെക്കുറിച്ചുള്ള ബഹുമാനം ശത്രുക്കളുടെ മനസ്സിൽ അല്ലാഹു കൊടുത്തിരുന്നു, അത് അല്ലാഹു എടുത്തു കളയും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വഹൻ എന്ന് പറയുന്ന അസുഖം അല്ലാഹു ഇട്ടുതരും. വഹൻ. ഖാലൂ മൽ വഹ്നു യാ റസൂലല്ലാഹ്, നബിയേ എന്താണ് വഹൻ എന്ന് പറഞ്ഞാൽ? ഖാല ഹുബ്ബുദ് ദുനിയാ, ധാരാളം പൈസ ഉണ്ടാക്കണമെന്ന ആഗ്രഹം മനസ്സിൽ വരികയും, ധാരാളം പൈസ ഉണ്ടാക്കണം, ധാരാളം പൈസ വേണം, ഇതല്ലാതെ മറ്റൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലില്ലല്ലോ. പൈസ ഉണ്ടാക്കണം, ഇതല്ലാത്തവർ എന്ത് ചിന്ത, എന്ത് ചർച്ചയാ നടക്കുന്നത്? പൈസ ഉണ്ടാക്കണം, പൈസ വേണം, കാശുണ്ടാക്കണം എന്നല്ലാതെ മറ്റൊരു ചിന്തയുമില്ല. മരിക്കാനുള്ള പേടിയും മരിക്കാനുള്ള വെറുപ്പും നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുതരും. പൈസയോടുള്ള സ്നേഹം, മരണത്തോടുള്ള വെറുപ്പ്, ഇത് രണ്ടും ഇട്ടു തന്നാൽ നിങ്ങൾ പിന്നെ ചണ്ടികളാണ്. പിന്നെ ശത്രുക്കൾ നിങ്ങൾ ആക്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പേടിച്ചു നിൽക്കും. എന്ത് പറഞ്ഞാലായിക്കോട്ടെ, നമുക്ക് ആ നഷ്ടം, അതുകൊണ്ട് നഷ്ടം വരുത്തേണ്ട, സഹിച്ചോളാം, ഞങ്ങൾ റെഡി, എന്തിനും നിന്ന് കൊടുക്കും. എന്തെന്നറിയോ? ഒരു അപകടം സംഭവിച്ചാൽ എന്റെ സമ്പത്ത് നഷ്ടപ്പെടും, എന്റെ കച്ചവടം പൊളിയും, എന്റെ ബിസിനസ്, എന്റെ വീട്, എന്റെ സമ്പാദ്യം, എന്റെ വരുമാനം. ഇങ്ങനെ ചിന്തിക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് പരലോകത്തിന്റെ ചിന്തയിൽ നിന്ന് മാറി കാശുണ്ടാക്കണം, പൈസ ഉണ്ടാക്കണമെന്ന ഒരൊറ്റ ചിന്തയിൽ ജീവിക്കുന്ന കാലം വരും. തദാ അലൈക്കുമുൽ ഉമം. അത് മാത്രമല്ല, മുസ്ലിമീങ്ങൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെങ്കിലും പിൻപറ്റുന്നുവെങ്കിൽ, നിങ്ങൾ ആരുടെയെങ്കിലും കോലം കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോലെയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലയഅതിയന്ന അലാ ഉമ്മതി മാ അതാ അലാ ബനി ഇസ്രായീൽ. ബനു ഇസ്രായീലിന് സംഭവിച്ചത് എന്റെ സമൂഹത്തിനും സംഭവിക്കാൻ പോകുന്നു. ചെരുപ്പ് ചെരുപ്പിനോളം യോജിക്കുന്ന പോലെ, വലതും ഇടതും ചെരുപ്പ് ഒരേപോലെ ആവണ്ടേ, അതുപോലെ ബനു ഇസ്രായേൽ സമൂഹത്തിന് സംഭവിക്കുന്ന പോലെ എൻ ഉമ്മത്തിനും സംഭവിക്കാൻ പോകുന്നുണ്ട്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റൻ ശിബ്റൻ ദിറാഅൻ ദിറാഅൻ, മുഴത്തിന് മുഴമായി, ചാണിനു ചാണായി. ക്രിസ്ത്യാനികളും ജൂതന്മാരും ഉണ്ടാക്കുന്ന ആചാരങ്ങൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ഹത്താ ഇൻ കാന മിൻഹും മൻ അതാ ഉമ്മഹു അലാനിയതൻ ലകാന ഫീ ഉമ്മതി മൻ യസ്നഉ ദാലിക. ക്രിസ്ത്യാനികളും ജൂതന്മാരും എന്ന് പറഞ്ഞാൽ ആരാ? പാശ്ചാത്യന്മാർ. അമേരിക്കക്കാരനും യൂറോപ്പുകാരനും പടിഞ്ഞാറുകാരൻ പരസ്യമായി തന്റെ ഉമ്മയെ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻസെസ്റ്റ് എന്ന് പറയാ, കുടുംബ ബന്ധത്തിലുള്ള ആളുകൾ പരസ്പരം സെക്ഷൽ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇൻസെസ്റ്റ്. അത് ചെയ്യുന്ന സ്വഭാവം പടിഞ്ഞാറുകാരിൽ ഉണ്ടെങ്കിൽ, ആങ്ങളെ പെങ്ങളുടെ കൂടെ കിടക്കുന്നത്, ഉമ്മയുടെ കൂടെ മക്കൾ കിടക്കുന്നത്, വ്യഭിചരിക്കുന്നത് പാശ്ചാത്യന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സമൂഹത്തിലും അത് ചെയ്യുന്നവരുണ്ടാകും. എങ്ങനെ? കള്ളു കുടിച്ചിട്ട് ഉമ്മ ഏതാണെന്നോ പെങ്ങൾ ഏതാണെന്നോ സ്വന്തം മോൾ ഏതാണെന്നോ തിരിയാത്ത വാപ്പമാരില്ലേ? പാശ്ചാത്യന്മാർ ചെയ്തു കൂട്ടുന്നത്, വ്യവസ്ഥാപിതമായി അവർ ചെയ്യുന്നത്, അതിന് വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നത്, അതിന്റെ മാഗസിനുകൾ ഉണ്ടാക്കുന്നത്, എന്തിന്? കുടുംബ ബന്ധങ്ങളിൽ രക്തബന്ധമുള്ള ആളുകളെ തമ്മിൽ വ്യഭിചരിപ്പിക്കാൻ. അതവർ ചെയ്താൽ ലകാന മിൻ ഉമ്മതി മൻ യസ്നഉ ദാലിക, അതൊക്കെ ചെയ്യുന്ന ആളുകൾ എന്റെ സമൂഹത്തിലും വരാനുണ്ടെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചില്ലേ? പത്രങ്ങൾ കാണുന്നില്ലേ?
ന്യൂസുകൾ കേൾക്കുന്നില്ലേ? പത്രക്കാർക്ക് കിട്ടാത്ത നാടിന്റെ ഉള്ളിൽ അടക്കം പിടിച്ചു കേൾക്കുന്ന വർത്തമാനങ്ങളില്ലേ? പുറം നാട്ടുകാർ അറിയാത്തത് ഓരോ മഹല്ലിന്റെയും സ്വകാര്യം, ഓരോ കുടുംബത്തിന്റെയും നാറിയ സ്വകാര്യങ്ങൾ നമുക്കില്ലേ? നിങ്ങൾ പിൻപറ്റും സനനമൻ കാന ഖബലക്കും, ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ആചാരങ്ങൾ. ഹത്താ ലൗ ദഖലൂ ജുഹറ ദുബ്ബിൻ തബിഅ്തുമൂഹും. ഒരു ഉടുമ്പിന്റെ ഗുഹയിൽ ഒരു യൂറോപ്പുകാരൻ കടന്നാൽ, ബ്രിട്ടീഷുകാരൻ കടന്നാൽ, അമേരിക്കക്കാരൻ കടന്നാൽ നിങ്ങളും അത് ചെയ്യും. അവരെന്ത് സ്പോർട്സ് ആണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യും. അവർക്ക് എന്തെല്ലാം എന്റർടൈൻമെന്റുകൾ ഉണ്ടോ അതൊക്കെ ഇവിടെ, അവർക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിലും. അതിന്റെ ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ. മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കുന്നു. കേക്ക് മുറിക്കുക നമ്മുടെ ആചാരാണോ? അത് ആരാ കൊണ്ടുവന്നത്? ക്രിസ്ത്യാനികളും ജൂതന്മാരുമാ. നമ്മൾ എമ്പാടും ചെയ്യുന്നില്ലേ? എന്താ പാർട്ടിയൊക്കെ? സുബ്ഹാനല്ലാഹ്. നിങ്ങളത് ചെയ്യും. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ്, മുസ്ലിമല്ല. നമുക്ക് ചെയ്യാൻ പാടുണ്ടോ? ഒരു കുട്ടി ജനിച്ചെന്ന് സന്തോഷിച്ചു, കുഴപ്പമുണ്ടായിട്ടില്ല. അനിസ്ലാമികമായ ആചാരങ്ങൾ അവിടെ പാടുണ്ടോ? ഇല്ല. അനിസ്ലാമികമായത് അവിടെ ചെയ്യാൻ പാടുള്ളതാണോ? ഇല്ലാത്തതാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. എമ്പാടും ഇവിടുത്തെ ചോക്ലേറ്റ് ഫാക്ടറികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ മിഠായി കമ്പനികൾ ജീവിക്കുന്നത്, ഇവിടുത്തെ ബേക്കറികൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങളെ പിൻപറ്റിയല്ലേ? അതില്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ കച്ചവടം നടക്കും? അതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നില്ലേ? എന്തൊക്കെ അവര് ചെയ്യോ നിങ്ങളും ചെയ്യും. ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ നോക്കിയാൽ പാശ്ചാത്യന്മാർ എന്തു കൊണ്ടുവരുന്നുവോ അതെല്ലാം നിങ്ങൾ പിൻപറ്റുന്ന അവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനിരിക്കുന്നുണ്ടെന്ന് ഗൗരവത്തോടെ താക്കീത് എന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു മഹാത്ഭുതം പറഞ്ഞിട്ടുള്ളത് കാറുകളെ സംബന്ധിച്ചാണ്. ഇന്നത്തെ വാഹനങ്ങളെ സംബന്ധിച്ച്, കാറുകളെ കുറിച്ച് ഉലമാ പറയുന്നത് ഭയങ്കര അത്ഭുതമുള്ള ഹദീസാണ്. കാറുകളും വാഹനങ്ങളും അതിൽ ഹറാമായിട്ടല്ല, കാർ ഹറാമെന്നല്ലേ പറഞ്ഞത്. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വഹീഹായ ഹദീസ്. സയകൂനു ഫീ ആഖിരി ഉമ്മതി عن عبد الله بن عمرو رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم. അവിടെന്ന് പറയുമായിരുന്നു സയകൂനു ഫീ ആഖിരി ഉമ്മതി, എൻ്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ വരാനുണ്ട്. റിജാലുൻ, ചില ആളുകൾ, യർകബൂന അലാ സുറൂജിൻ കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ കട്ടിലുകൾ പോലെ കസേരകൾ വെച്ചത്. ഒട്ടകത്തിന്റെ കസേര പോലെ, ഒട്ടക കട്ടില് പോലെ. അലാ സുറൂജിൻ, പരവതാനികൾക്ക് മേൽ ഒട്ടകത്തിന്റെ കസേര വെച്ച പോലെ കസേരകൾ വെച്ചതിൽ കയറുന്നവർ. യർകബൂന, അന്ന് കാറിനെ പറ്റി പിന്നെ എന്താ പറയാ? അവര് വാഹനം കയറും. അലാ സുറൂജിൻ, ചില കാർപ്പറ്റുകളുടെ മേൽ. കഅശ്ബാഹിർ റിഹാലി, ആ കാർപ്പറ്റ് എങ്ങനെയാണ്? ലെതറുകൾ. കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ സുറൂജ്, വിരിപ്പുകളാണ്. ഇങ്ങനത്തെ വിരിപ്പുകളാണ്. കഅശ്ബാഹിർ റിഹാലി, ഒട്ടകത്തിന്റെ പുറത്ത് ഇരിക്കാൻ വെക്കുന്ന സീറ്റ് പോലെയുള്ള മിനുത്ത സീറ്റുകളുള്ള തൊലി കൊണ്ടോ ലെതർ കൊണ്ടോ ഉണ്ടാക്കുന്ന സീറ്റുകളിൽ കയറിയിരിക്കുന്നവർ. യർകബൂന, അവർ കയറിയിരിക്കും. യൻസിലൂന അലാ അബ്വാബിൽ മസാജിദി, പള്ളികളുടെ വാതിലുടെ മുമ്പിൽ വന്നവരെ ഇറങ്ങും. നമ്മളൊക്കെ അങ്ങനത്തെ ഇറങ്ങുന്നത്. പള്ളിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങുന്നു, വാഹനത്തിൽ വന്ന് കയറി ഇറങ്ങുന്നു. അവർ പള്ളി പോകുന്നുണ്ട്. എങ്ങനെ? വാഹനത്തിൽ, കാറിൽ. നിസാഉഹും കാസിയാത്തുൻ ആരിയാത്തുൻ അലാ റൂസുഹിന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാഫ്. അവര് പള്ളിയിലേക്ക് കാർ ഓടിച്ചു വരുന്നുണ്ട്. അവരുടെ പെണ്ണുങ്ങളാണെങ്കിലോ കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രമില്ലാത്തവർ.
തലയിൽ പൂഞ്ഞ പോലെ ഹെയർ സ്റ്റൈൽ വെക്കുന്നവർ, മുടിയുടെ സ്റ്റൈല് മേലോട്ട് പൊക്കി വെക്കുന്ന ഹെയർ സ്റ്റൈലുള്ള പെണ്ണുങ്ങളാണ് ഇവരുടെ ഭാര്യമാർ. ഇവരാണെങ്കിലോ വാഹനം കയറി കാറിൽ പള്ളിയുടെ മുമ്പിൽ വന്നിറങ്ങുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു സമൂഹം വരും. പറഞ്ഞ വാപ്പാക്ക് ഭയങ്കര ദീന, വാപ്പ പള്ളിയുടെ പ്രസിഡന്റാ, മക്കളാണെങ്കിൽ ഭയങ്കര മോഡേൺ, അവർക്ക് നിസ്കാരമില്ല, ഹിജാബുമില്ല, ഒന്നുമില്ല. പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. ഉലമാ പറയാ, കാറുകളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാകണം ഇത്, നമുക്കറിയില്ല. പക്ഷെ തങ്ങൾ പറഞ്ഞു, ഒട്ടകക്കട്ടില് പോലെ മിനുമിനുത്ത പരവതാനി കൊണ്ടുണ്ടാക്കിയതിൽ കയറിയിരുന്ന് സഞ്ചരിക്കുന്നവർ, യൻസിലൂന, അവര് വന്നിറങ്ങും എന്ന് പറഞ്ഞ വാഹനമാണ്. അതുകൊണ്ട് യൻസിലൂന അല അബ്വാബിൽ മസാജിദ്, പള്ളികളുടെ വാതിലിൽ വന്നവർ ഇറങ്ങും. ഇമാം തബറാനി ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസ്. ഇൽഅനൂഹുന്ന ഫഇന്നഹുന്ന മൽഊനാത്, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിക്കണേ, അവർ ശപിക്കപ്പെട്ടവരാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ പോകുന്ന പള്ളിയിലേക്കാണ്, മക്കള് പോകുന്ന പള്ളിയിലേക്കാണ്. അവരുടെ ഭാര്യമാർ, അവരുടെ ഉമ്മമാർ, അവിടുത്തെ പെൺകുട്ടികൾ അച്ചടക്കമില്ലാത്തവർ, അല്ലാഹുവിനെ ഭയപ്പെടാത്തവർ, ശരീരം മറക്കാത്തവർ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്നവർ. അങ്ങനെ വസ്ത്രമുണ്ട്, എന്നാൽ വസ്ത്രമില്ല. ഹെയർ സ്റ്റൈലുകളൊക്കെ ഒട്ടകത്തിന്റെ പൂഞ്ഞ് ആടുന്ന പോലെ തലയുടെ മുകളിലേക്ക് മുടിക്കെട്ടുകൾ വലിച്ചു കെട്ടുകയും, അങ്ങനെ നടക്കുമ്പോൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ് ആടുന്ന പോലെ അവരുടെ തലയിലെ മുടിക്കെട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങൾ, ഇൽഅനൂഹുന്ന, നിങ്ങൾ അവരെ ശപിച്ചേക്കണം. ഫഇന്നഹുന്ന മൽഊനാത്, അവർ ശപിക്കപ്പെട്ടവരാണ്. ആര് പറഞ്ഞു? റസൂലുള്ളാഹി. ലൗ കാന വറാഅകും ഉമ്മത്തും മിനൽ ഉമം, നിങ്ങൾക്ക് പിറകെ വേറെയും സമുദായങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, ലഖദംന നിസാഉകും നിസാഅഹും, അറബി പെണ്ണുങ്ങൾ അവർ അനർബികളായ പെണ്ണുങ്ങൾക്ക് വേല ചെയ്യാൻ പോകുന്ന കാലം വരും. ഗൾഫ് നാട്ടിലെ പെട്രോളൊക്കെ തീർന്നിട്ടേ ഇന്ത്യയിൽ വല്ല പെട്രോളോ വല്ല കെമിക്കലോ കണ്ടുപിടിച്ചിട്ട് അവരൊക്കെ ഇങ്ങോട്ട് ജോലി ചെയ്യാൻ വരുമെന്നാവോ, അല്ലാഹു ആലം. തങ്ങൾ പറയാ, അറബി പെണ്ണുങ്ങൾ അനർബികളായ ആളുകൾക്ക് വേലക്ക് വരുന്ന കാലം വരും. അവരുടെ വിഷ്കാരമാർ, അവരുടെ ഖാദിമത്തുകൾ അറബി പെണ്ണുങ്ങളാകാൻ പോകുന്നുണ്ട്. ഏതുപോലെ? കമാ യഖ്ദുംനകും നിസാഉൽ ഉമമി ഖബ്ലകും, അമുസ്ലിമീങ്ങളായ ആളുകൾ വന്ന് നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന പോലെ. അറബി പെണ്ണുങ്ങളുടെ വീട്ടിലൊക്കെ ആരാ? അറബികളുടെ വീട്ടിൽ ഫിലിപ്പീനുകള്, ഇന്തോനേഷ്യക്കാർ, മലേഷ്യക്കാർ, എത്യോപ്യക്കാർ, ക്രിസ്ത്യാനികളും അല്ലാത്തവരുമായവർ, അനർബികളായ ആളുകൾ, അവർ വന്ന് നിങ്ങൾക്ക് സേവനം ചെയ്യുന്ന പോലെ ഇനിയും കാലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, കാലം മുന്നോട്ട് പോകുമ്പോൾ അറബികളായ പെണ്ണുങ്ങൾ അനർബികൾക്ക് വേലക്ക് വരുന്ന കാലം വരും. റസൂലുള്ളാഹി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അങ്ങോട്ടാ പോകാൻ പോണത്? എന്നിപ്പോ ഈ പെട്രോൾ ഡീസൽ ഉണ്ടാവോ? തിൽക്കൽ അയ്യാമു നുജാവിലുഹാ ബൈനന്നാസ്, അല്ലാഹു എല്ലാ കാലത്തും എല്ലാ സമുദായത്തിനും എന്നും ഐശ്വര്യം കൊടുക്കൂല. കുറച്ചു കാലം പിന്നെ വേറെയുള്ളവർക്ക് കൊടുക്കും, അവരിന്ന് എടുത്തിട്ട് മാറ്റിക്കൊടുക്കും. ഇങ്ങനെ അല്ലാഹു മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൻ നിസാഇ ബിർരിജാലി, പുരുഷന്മാർ പെണ്ണുങ്ങളുടെ കോലം കെട്ടി നടക്കുന്നത്, പെണ്ണുങ്ങൾ പുരുഷന്മാരുടെ കോലത്തിൽ നടക്കുന്നത്, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅനല്ലാഹു, അല്ലാഹു ശപിച്ചിരിക്കുന്നു. അൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാലി, പുരുഷന്മാർ ഉടുക്കുന്ന വസ്ത്രം, പുരുഷന്മാരുടെ വേഷം പെണ്ണുങ്ങൾ ധരിക്കുകയും പെണ്ണുങ്ങളുടേത് പുരുഷന്മാർ ധരിക്കുകയും ചെയ്യുന്നത്. അയ്യുമംറഅത്തിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഏതൊരു പെണ്ണും പുരുഷവേഷം കെട്ടുന്നത്, ഏതൊരു പുരുഷനും സ്ത്രീവേഷം കെട്ടുന്നത് നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കലാപരിപാടികൾക്കാകാം, ഗാനമേളകൾക്കാകാം, മോണോ ആക്ടുകൾക്കാകാം, നാടകങ്ങളിലേക്കാകാം. പുരുഷന്മാർ പെണ്ണിന്റെ കോലം, ആൺകുട്ടികൾ പെൺകുട്ടികളായും പെൺകുട്ടികൾ ആൺകുട്ടികളായും സ്ക്രീനിലും സ്റ്റേജിലും പ്രത്യക്ഷപ്പെടുന്നത് എത്ര ഗൗരവത്തിലാ തങ്ങൾ പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പ് നടക്കാൻ പോകുന്നൊരു വിഷയം, തസദ്ദുറുസ് സുഫഹാഇ,
വിവരമില്ലാത്ത മനുഷ്യൻ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ അഭിപ്രായം പറയുക. ചാനലുകാരന്റെ മുമ്പിൽ പോയിട്ട് മൈക്ക് പറയുന്നത് ആരാ? മുസ്ലിമിന്റെ അഭിപ്രായം പറയുന്നത് വിവരമില്ലാത്ത മനുഷ്യന്മാർ. ഹദീസ് നോക്കൂ. ബൈന യദൈ സ്സാഅ, അന്ത്യനാളിന്റെ മുമ്പിലുണ്ട് സിനൂന ഖദ്ദാഅ, മനുഷ്യന്മാരെ വഞ്ചിക്കുന്ന ചില കാലഘട്ടങ്ങൾ, ചില വർഷങ്ങൾ കടക്കാൻ പോകുന്നുണ്ട്. യുത്തഹമു ഫീഹൽ അമീനു വയുഅ്തമനു ഫീഹൽ മുത്തഹമു വയന്തിഖു ഫീഹർ റുവൈബിള. നുണ പറയുന്നവരെ വിശ്വസിക്കപ്പെടുകയും സത്യസന്ധത പറയുന്നവരെ അവിശ്വസിക്കപ്പെടുകയും ചെയ്യുന്ന കാലം. വയന്തിഖു ഫീഹർ റുവൈബിള, റുവൈബിളകളായിരിക്കും അന്ന് സംസാരിക്കുക. അവർ ചോദിച്ചു, വമർ റുവൈബിള, ആരാണ് നബിയേ റുവൈബിള? ഖാല അസ്സഫീഹു യന്തിഖു ഫീ അംരിൽ ആമ്മ, മുസ്ലിമീങ്ങളുടെ പൊതുവിഷയത്തിൽ, മുസ്ലിമീങ്ങളുടെ പൊതുകാര്യത്തിൽ വിവരമില്ലാത്ത മനുഷ്യന്മാർ സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങളുടെ വിഷയം, പർദ്ദ ധരിക്കണമോ വേണ്ടയോ എന്ന് പറയുന്നത്, മുഖം മറക്കണോ വേണ്ടേ എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങളുടെ സംസ്കാരം പറയുന്നത്, പെൺകുട്ടികളുടെ വിവാഹപ്രായം പറയുന്നത്, മുസ്ലിം പേരുള്ള ചില വിഡ്ഢികൾ പറയുന്ന കാലം. സഫീഖ് പറയാ, വിവരക്കേടുകൾ പറയുക. ഫീ അംരിൽ ആമ്മ, സ്വന്തം അഭിപ്രായം പറയേണ്ട സ്ഥാനത്ത് മുസ്ലിമീങ്ങളുടെ പൊതുവായ സംസ്കാരത്തെക്കുറിച്ച്, മുസ്ലിമീങ്ങളുടെ പൊതുവായ ആചാരങ്ങളെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവൻ പൊതുവേദികളിൽ സംസാരിക്കുന്ന കാലം. എന്താണ് പറഞ്ഞ വാക്കിനർത്ഥം? ചാനലുകാരന്റെ മൈക്കിന്റെ മുമ്പിലേക്ക് വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നത്തിൽ അഭിപ്രായം പറയുന്നത് ആര്? പണ്ഡിതന്മാരല്ല, ആലിമീങ്ങളല്ല, മുസ്ലിമീങ്ങളുടെ അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള ആളുകളല്ല. റുവൈബിള, ആരും മൈൻഡ് ചെയ്യാത്ത ആളുകൾ, ഇസ്ലാമിന്റെ വിഷയത്തിൽ അതോറിറ്റി ഇല്ലാത്ത ആളുകൾ, ഇസ്ലാമിന്റെ കാര്യം പറയാൻ അടിസ്ഥാന യോഗ്യത പോലുമില്ലാത്ത ആളുകൾ മുസ്ലിമീങ്ങളുടെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ തുടങ്ങുന്നത് അന്ത്യനാളിന് മുമ്പ് വരുന്നുവെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, യകൂനു സലാമു ലിൽ മഅരിഫ, അറിയുന്ന ആളുകൾക്ക് മാത്രം സലാം പറയുന്ന കാലം വരും. അറിയുന്നവര് മാത്രം, പരിചയക്കാരോട് മാത്രം അസ്സലാമു അലൈക്കും, അല്ലാത്തവരോട് മിണ്ടൂല. മുസ്ലിമാണെന്നറിയാം, അവന്റെ ചേലും കോലം കണ്ട മുസ്ലിമാണെന്നറിയാം, ഇറങ്ങി വരുന്ന പള്ളിയിലാണ്, പക്ഷെ മിണ്ടൂല. ലിൽ മഅരിഫ, തന്റെ കൂടെയോ കൂട്ടത്തിലോ ഉള്ള ആളല്ല എന്ന് തിരിയുമ്പോൾ, തന്റെ പാർട്ടിയിലുള്ള ആളല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, തനിക്ക് മിണ്ടിക്കൂടാ എന്ന ഒരു ശാഠ്യത്തോടുകൂടെ ജീവിക്കുമ്പോൾ, മുസ്ലിമായ ഒരു മനുഷ്യനോട് സലാം പറയേണ്ടിടത്ത് സലാം പറയാതെ യകൂനു അത്തസ്ലീമുൽ ഖാസ്, സ്വന്തം ആൾക്കാർക്ക് വേണ്ടി മാത്രം സലാം പറയാം, അല്ലാത്തൊരു പറഞ്ഞ മടക്കൂല. അങ്ങനത്തെ കാലം സംഭവിക്കാൻ പാടില്ല മുസ്ലിമേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുസ്ലിമീങ്ങൾ പരസ്പരം സലാം പറയേണ്ടവരാണ്. അവിടുന്ന് പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന മിൻ അശറാത്തിസ് സാഅ അൻ യുസല്ലിമ അർ-റജുലു അല അർ-റജുലി ലാ യുസല്ലിമു ഇല്ലാ ലിൽ മഅരിഫ. അവൻ അറിയാം, അയാളെ പരിചയമുണ്ട്, അതുകൊണ്ട് മാത്രം പരിചയമില്ലാത്തവരോട് സലാം പറയില്ല, മുസ്ലിമാണെന്ന് അറിഞ്ഞാൽ പോലും. അങ്ങനെ ഒരു സംഭവം ഇന്ന മിൻ അശറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളത്തിലുണ്ട്. പിന്നെ ഹലാലും ഹറാമും നോക്കാതെ സമ്പാദിക്കുന്നത്, പൈസ കിട്ടിയാൽ മതി, ഹലാലായ ബിസിനസ് ആണോ ഹറാമായ ബിസിനസ് ആണോ എന്ന് നോക്കാത്തത്. യഅതി അലന്നാസി സമാനുൻ, മുസ്ലിമീങ്ങൾക്ക് ഒരു കാലം വരാൻ പോകുന്നുണ്ട്. ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു, എവിടെന്നാണ് പൈസ കിട്ടിയത് എന്ന് നോക്കൂല. അമ്മിനൽ ഹറാമി അമിനൽ ഹലാലി അമ്മിനൽ ഹറാം, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ പൈസ കിട്ടിയത് എന്ന് നോക്കാത്ത കാലം. ഉലമാ പറയുമായിരുന്നു, നമ്മുടെ മുൻഗാമികളിലെ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന നേരത്ത് വാതിൽ തുറന്നു കൊടുത്ത് ഭർത്താവ് പുറത്തിറങ്ങുമ്പോൾ ഭാര്യ പറയുമായിരുന്നു, യാ അഖി യാ സൗജി, എന്റെ സഹോദര, എന്റെ ഭർത്താവേ, നിങ്ങൾ ജോലിക്ക് പോയി ഹറാമായത് എനിക്കോ എന്റെ മക്കൾക്കോ കൊണ്ടുവരരുത് കേട്ടോ. ഇന്നാ നസ്ബിറു അലൽ ജൂഇ വലാ നസ്ബിറു അലൻ നാർ, പട്ടിണി കടന്ന് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു,
ദാഹിച്ച് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. പക്ഷെ ഹറാമായ സമ്പാദ്യം കൊണ്ടുവന്ന് നരകം നാളെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ ഭർത്താവേ, ഹലാല് മാത്രമേ നിങ്ങൾ ഞങ്ങളെ ഭക്ഷിപ്പിക്കാവൂ എന്ന് അന്നത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്നു. ഇന്നെങ്ങനെ പറയാ? എനിക്ക് 4 പവന്റെ വള വേണേ, എവിടെ നിന്ന് കിട്ടിയാലും വേണ്ടിയില്ല, പൈസ ഉണ്ടാക്കിക്കോ.